അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയായി പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഡെയിലി ബ്രെഡിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഫീഡിംഗ് പ്രെയർ നടത്തുന്നത്. ഇന്നത്തെ ജീവിത പ്രശ്നങ്ങൾ, ജീവിത വിഷയങ്ങൾ ഭക്തിയോടെ നമുക്ക് ദൈവദേശത്തിന് സമർപ്പിക്കാം. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കഴിയുമ്പോൾ തന്നെ ഓർക്കുക, ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഒരു അനുഗ്രഹം നമുക്ക് ഉറപ്പായി. അത് കൃപാസനത്തിൻ്റെ ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോട് ചേർത്താണ് നിന്റെ ജീവിത വിഷയങ്ങളുടെ മേൽ ദൈവിക തീരുമാനം ഉണ്ടാകുന്നത്. അല്ല, നീ ഒറ്റക്കല്ല. നിന്റെ വിഷയങ്ങൾക്ക് ലക്ഷം മനുഷ്യരും പ്രാർത്ഥനയും കൃപാസനത്തിൻ്റെ ആസ്തികളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള അഖണ്ഡ ജപമാല റാലിയും ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന പ്രാർത്ഥനയെല്ലാം നിന്റെ കുടുംബത്തിൻ്റെ ഓഹരിയാകണേ. കർത്താവിൻ്റെ ഈ കൃപാസനം പ്രാർത്ഥനയോട് നീ ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, നിന്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്നുള്ള ഒറ്റ വെളിപാടിലാണ് കർത്താവേ ഉടമ്പടി നിലനിൽക്കുന്നത്. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് പലപ്പോഴും ഞങ്ങളുടെ കഴിവോ ആളോ ശേഷിയോ അർത്ഥമോ ഒന്നും കർത്താവേ ചിലപ്പോൾ വിലപ്പോകത്തില്ല. അങ്ങനെയുള്ള എല്ലാ മേഖലകളും ഇന്ന് പ്രത്യേകിച്ച് അഭിമുഖീകരിക്കുന്ന പ്രത്യേക വിഷയങ്ങളാണ് പരിശുദ്ധമ്മ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ ജോലികൾ, ഇന്ന് SLC കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ തുടങ്ങുന്ന ദിവസമാണ്. ഒത്തിരി കുഞ്ഞുങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് ഇന്ന് പോവുകയാണ്. ഒത്തിരിയേറെ പേര് ഈ സമയത്ത് അച്ഛൻ്റെ ഈ പ്രാർത്ഥനയോടുകൂടി ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കുട്ടികൾ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മമാർ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയെ പരിശുദ്ധമ്മേ, അവരുടെ മേലെല്ലാം കുടുംബത്തിൻ്റെ മാതാപിതാക്കന്മാരുടെ കുഞ്ഞുങ്ങൾക്ക് ഉപരി വിദ്യാഭ്യാസത്തിന് യോഗ്യമായ രീതിയിലുള്ള മാർക്ക് റിസൾട്ട് ലഭിക്കാൻ അവിടെ എല്ലാ തടസ്സങ്ങളെയും അവിടെ എല്ലാ തകരാറുകളെയും അമ്മ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ ഉത്സാഹം പഠിക്കുന്ന മനസ്സിൽ പതി നിൽക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിച്ച് ഉന്നതമായ വിജയം കൈവരിക്കുവാൻ അങ്ങനെ മക്കളെ അനുഗ്രഹിക്കണമേ. അപകടങ്ങൾ, രോഗങ്ങൾ, പരീക്ഷക്കാലത്തുണ്ടാകുന്ന ഓരോരോ തരത്തിലുള്ള ശനിപാതങ്ങൾ, മക്കൾക്ക് അനുഭവിക്കുന്ന മനഭീടുകൾ എല്ലാത്തിൽ നിന്നും അങ്ങനെ മക്കളെ സംരക്ഷിക്കണം. കർത്താവേ, കുഞ്ഞുങ്ങൾ എഴുതുന്ന പുസ്തകം, വായിക്കുന്ന ക്വസ്റ്റ്യൻ, എഴുതുന്ന ആൻസർ ബുക്ക്,
പേന എല്ലാ സമയവും അങ്ങനെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ചില കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാകും പരീക്ഷയുടെ സമയത്ത്. അതിൻ്റെ ഉത്തരം കർത്താവെ, നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക എന്നുള്ള ചെയ്ത ഐസയ്യ 30:21 വചനങ്ങളിലൂടെ നീ തന്നെ അങ്ങയുടെ മക്കൾക്ക് കർത്താവ് തെറ്റ് ശരി മനസ്സിലാക്കി കൊടുത്ത് ശരിയായിട്ട് എഴുതുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിജയം നൽകുന്നത് കർത്താവാണെന്ന് പറയുന്ന അതേ വചനം അനുസ്മരിച്ചുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ആത്മവിശ്വാസവും ധൈര്യവും നൽകണമേ. കുഞ്ഞുങ്ങളെ പോറ്റുകയും അവരുടെ പരീക്ഷയ്ക്ക് അവർ ഒരുക്കുന്ന മാതാപിതാക്കന്മാരെയും അധ്യാപകരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ പരീക്ഷയുടെ എല്ലാ ദിവസങ്ങളും നിങ്ങൾ ആരോഗ്യമായിരിക്കാനും മനസ്സമാധാനത്തോടെ ഇരിക്കുവാനും സന്തോഷത്തോടെ പരീക്ഷ എഴുതുവാനും ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലതരത്തിലുള്ള വൈരാഗ്യങ്ങൾ, മത്സരങ്ങളും പലതരത്തിലുള്ള ആക്രമണങ്ങൾ കുഞ്ഞുങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അവിടെ ജീവിതത്തിൽ നിന്നെല്ലാം കർത്താവ് അങ്ങനെയുള്ള എല്ലാ തിന്മകളും അങ്ങ് വിഭാടനം ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ എല്ലാ പരീക്ഷാർത്ഥികളും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് ജോലിക്ക് പോകുന്നവര്, ജോലി തേടിപ്പോകുന്നവര്, ജോലി നഷ്ടപ്പെട്ടിട്ട് വേദനിക്കുന്നവര്, അവരെല്ലാം സമർപ്പിക്കുന്നു. കർത്താവിന് നോൻപ് ആരംഭിക്കുന്ന ചില സഭകളിലെ ആ നോൻപിൻ്റെ ചൈതന്യത്തോടെ ജീവിക്കാനുള്ള അരൂപി അവർക്ക് പ്രത്യേകം നൽകി സഭയെ അങ്ങ് വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇന്ന് നോൻപ് ആരംഭിക്കുന്ന സീറോ മലബാർ സഭയെയും മലങ്കര സഭയെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, അതിലുള്ള എല്ലാ അംഗങ്ങളും കർത്താവിൻ്റെ കൃപയിൽ നിലനിൽക്കുവാനും ഈ നോൻപിൻ്റെ കാലത്ത് പശ്ചാത്താപത്തിൻ്റെ ഫലങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും പുറപ്പെടുവിച്ചുകൊണ്ട് സഭ നവീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും യൗവനം പ്രാപിക്കുകയും ചെയ്യാൻ ദൈവത്തിൻ്റെ കരുണ സഭയുടെ മേൽ ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ കരുണ നിനക്ക് ആവശ്യിക്കട്ടെ. ലോർഡ്, ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ, ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. ഇന്ന് നമ്മൾ വായിക്കുന്ന വചനം സക്കറിയ 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. എന്നോട് സംസാരിച്ച ദൂതൻ വീണ്ടും വന്ന് എന്നെ ഉറക്കത്തിൽ നിന്നതുപോലെ ഉണർത്തി ചോദിച്ചു, നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു, അതായത് ഈ സക്കറിയ എന്ന് പറഞ്ഞ പ്രവാചകന് ദൈവം നൽകിയ ഒരു ദർശനമാണ് ഇതിന്റെ പ്രമേയം. നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു, പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടിന്റെ മുകളിൽ ഒരു കോപ്പയും അതിൽ 7 ദീപങ്ങളും ഓരോന്നിനും മുകളിൽ 7 ദലങ്ങൾ. കോപ്പയുടെ വലത്തും ഇടത്തും ഓരോ ഒലിവ് വൃക്ഷം. എന്നോട് സംസാരിച്ച ദൂതനോട് ഞാൻ ചോദിച്ചു, പ്രഭോ എന്താണിത്? ദൂതൻ പറഞ്ഞു, ഇത് എന്താണെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഇല്ല പ്രഭോ. ഞാൻ പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, കർത്താവ് സെറുബാബേലിനോട് അരുൾ ചെയ്യുന്നു, സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. ഇതിന്റെ അതായത് മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. കർത്താവ് സെറുബാബേലിനോട് അരുളി ചെയ്തു, സൈന്യബലത്താലല്ല, പിന്നെ കരബലത്താലുമല്ല, പിന്നെ എന്താണ്? എൻ്റെ ആത്മാവിലാണ്. ഭയങ്കര ചരിത്രപ്രസിദ്ധമായ ഒരു വെളിപാടാണത്. അതായത് ഈ സെറുബാബേൽ എന്ന് ഇത് എന്താണെന്ന് ഇതിൻ്റെ സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെറുബാബേൽ എന്ന് പറയുന്നത് ഒരു രാജകുമാരനാണ്. എന്നുവെച്ചാൽ യോവാക്കീം രാജാവിൻ്റെ, യൂദയയുടെ അവസാനത്തെ രാജാവാണ്. ബാബിലോൺ കാലത്ത് വിപ്രവാസം നടന്നല്ലോ. പ്രവാസികളെ അവരെ പിടിച്ചുകൊണ്ട് പോയല്ലോ യുദ്ധത്തിൽ ബാബിലോൺകാരെ. അപ്പം അന്ന് നിലവിലുന്ന രാജാവാണ് യോവാക്കീം. ഈ യോവാക്കീം രാജാവിൻ്റെ വംശത്തിൽപ്പെട്ട ആളാണ് സെറുബാബേൽ. പക്ഷേ ഇവർ ഡയാസ്പൊറയിൽ ബാബിലോണിൽ അടിമകളായി താമസിക്കുന്ന കാലത്താണ് സെറുബാബേൽ ജനിക്കുന്നത്. പക്ഷെ സെറുബാബേലിന് ദൈവം പ്രത്യേക അഭിഷേകം നൽകി. സെറുബാബേലിൻ്റെ അഭിഷേകം നൽകിയിട്ട് സെറുബാബേൽ ആണ് ബാബിലോൺ ബന്ധസ്ഥരായവരെ മോചിപ്പിച്ച് തിരിച്ച് സെറുബാബേലിൻ്റെ നേതൃത്വത്തിലാണ് തിരിച്ച് വാഗ്ദാന നാട്ടിലോട്ട് വരണത്. എന്നിട്ട് അവർ ജെറുസലേം ദേവാലയം പുതുക്കിപ്പണിയും. ഇസ്രായേൽ സമൂഹം വീണ്ടും യൂദയായാലും ഇസ്രായേലിൻ്റെ അധികാരികളും അവകാശികളുമായി മാറും. അപ്പോൾ അധികാര അവകാശ പുനഃസ്ഥാപനമാണ് സെറുബാബേൽ. ഇത് യേശുവിൻ്റെ പ്രോട്ടോടൈപ്പാണ്. രക്ഷ വീണ്ടെടുത്ത യേശുവിൻ്റെ പഴയകാല പ്രോട്ടോടൈപ്പാണ്, മുൻകാല രൂപമാണ് ഈ സെറുബാബേലായിട്ടുള്ളത്. പഴയകാലത്തെ സെറുബാബേൽ യേശുവിൻ്റെ ഒരു ദൗത്യത്തിൻ്റെ ഒരു പ്രതിഫലനം, ദർപ്പണമാണ് ഇദ്ദേഹം. ഇവിടെ എന്താ ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴേ പറയണത് എന്താണ്? സെറുബാബേൽ ബാബിലോണിൽ നിന്ന് ഡയാസ്പൊറയിലും വിപ്രവാസത്തിൽ പോയവരെ മോചിപ്പിച്ചുകൊണ്ട് വന്നത് കരബലത്താലല്ല,
സൈന്യബലത്താലുമല്ല, കർത്താവിൻ്റെ ആത്മാവിലാണെന്ന്. എന്നുവെച്ചാൽ നമ്മളുടെ മുഴുവനും ഇങ്ങനെയാണ്. അതായത് ദൈവം ഇട്ടിരിക്കുന്ന ഒരു പ്രൊഫഷനാണിത്. കാര്യം ഈ ലോകത്ത് എന്തെങ്കിലും നേടണമെങ്കിൽ, ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, വളർച്ച ഉണ്ടാകണമെങ്കിലും, നിലനിൽക്കണമെന്നുണ്ടെങ്കിലും ലോകത്തിനൊരു നിയമമുണ്ട്. നമ്മളൊക്കെ അത് കൈക്കരുത്തുള്ളവൻ കാര്യക്കാരൻ, കൈക്കരുത്തില്ലാത്തവൻ എന്ത് ചെയ്യും? അവൻ ജീവിക്കേണ്ട എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ധാരണ. അതുകൊണ്ടാണ് ശാസ്ത്രമൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴും ആ വഴിക്കാണ് വന്നത്. ഇപ്പം നാച്ചുറൽ സെലക്ഷൻ എന്നൊക്കെ പറയത്തില്ലേ, ഡാർവിൻ അങ്ങനെ ഒരു പുസ്തകമുണ്ട്, ഏറ്റവും ഫേമസ് ആയിട്ട് പുസ്തകമാണ്. ഈ പ്രകൃതിയിൽ നടക്കുന്ന എല്ലാം നാച്ചുറൽ സെലക്ഷൻ്റെ ഭാഗമാണ്. ഈ നാച്ചുറൽ സെലക്ഷനിലൂടെയാണ് ഈ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് വരണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവൈവ് ചെയ്യണത് ഫിറ്റായിട്ടുള്ള ആൾക്കാർ മാത്രം സർവൈവ് ചെയ്താൽ മതി എന്നാണ് ഈ പ്രകൃതി പറയണത്. അതാണ് പ്രകൃതി നിയമം. ഫിറ്റായിട്ടുള്ള ആൾക്കാർ മാത്രം. പ്രകൃതിയുടെ നിയമം എന്താണ്? സെക്കുലർ നിയമങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റായിട്ടുള്ള ആൾക്കാർ മാത്രം നിലനിന്നാൽ മതി. എന്നുവെച്ചാൽ മെരിറ്റുള്ളവർ മാത്രം, ഫിറ്റ് എന്ന് വെച്ചാൽ മെരിറ്റാണല്ല, മെരിറ്റുള്ളവർ മാത്രം അതിജീവിച്ചാൽ മതി എന്നുള്ളതാണ് പ്രകൃതി നിയമം. ഈ പ്രകൃതി നിയമത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ കരുണ ചേർത്തുകൊണ്ടാണ് ബൈബിള് വിഭാവന ചെയ്യണത്. ബൈബിൾ പറയും നോട്ട് ബൈ ഫിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്നുവെച്ചാൽ നോട്ട് ബൈ മെറിറ്റ്, അതാണ് Ephesians 2:8 നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതായത് ഫിറ്റെന്ന് പറയണതും അതുപോലെ തന്നെ മെറിറ്റ് എന്ന് പറയണതും ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ സാധനം ഫിറ്റാകാൻ മെറിറ്റോറിയസ് ആകാം. പക്ഷേ ഈ ഫിറ്റ് അല്ലാത്തവനും അത് ചിലപ്പോൾ ഏറ്റവും കൈക്കരുത്തുള്ളവൻ കാര്യക്കാരനാകും. കരുത്തില്ലാത്തവനെയും കൂടി കരുണ സംരക്ഷിക്കുന്നതുകൊണ്ട് കരുത്തില്ലാത്തവർക്ക് വേണ്ടി കരുണ വെച്ചിരിക്കുന്നത്. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കർത്താവിൻ്റെ കരുണ കൊണ്ടാണെന്ന്. അതെന്ന് വെച്ചാൽ കരുണ മാത്രമല്ല വിഷയം. പല വിഷയങ്ങൾ ഈ ഭൂമിയിൽ, നിൻ്റെ വീട്, വസ്തു, ജോലി, പ്രമോഷൻ, ആരോഗ്യം, ആയുസ്, മക്കളുടെ ജോലി, നിൻ്റെ വിവാഹം, നിൻ്റെ പ്രസവം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വൈദ്യശാസ്ത്രത്തിന് ചിലപ്പോഴും ഒരു മെറിറ്റ് വരുമ്പോൾ ഒരു പരിധിയുണ്ട്. പക്ഷേ ഗ്രേസിന് പരിധിയില്ല. ഇപ്പം എന്നോട് പല ആൾക്കാരും ചോദിക്കും, ഡോക്ടർ പറഞ്ഞു ഗർഭശിശുവിന് ഹൃദയത്തിന് ദൂരമുണ്ട്, അത് കട്ട് ചെയ്യാനാണ് നല്ലത്, അബോർട്ട് ചെയ്യണമാണ് നല്ലതെന്ന് പറയുമ്പോൾ അത് ഡോക്ടർ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ഒരു അംഗവൈകല്യമുള്ള ഇന്ത്യൻ പൗരൻ ജനിക്കാതിരിക്കണം, രാജ്യം ആരോഗ്യമുള്ളവരെ കൊണ്ട് നിറക്കണം എന്നുള്ളത്. പക്ഷേ ഭൗതിക രാജ്യം അങ്ങനെയാണ്. പക്ഷെ ദൈവരാജ്യം അങ്ങനെയല്ല. ദൈവരാജ്യം വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ സ്പിരിറ്റ്. അപ്പം ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് പറയാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയും കർത്താവ് ഇടപെടും, വെയിറ്റ്, ഇതിനു വേണ്ടിയുള്ള വിശ്വാസമുള്ളത്, ഇതിനു വേണ്ടിയുള്ള ആത്മീയതയുള്ളത്, ഇതിനു വേണ്ടിയുള്ള ദൈവം നമ്മുടെ കൂടെ, ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്, ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള നമ്മുടെ മെറിറ്റും ഫിറ്റ്നസ്സും നഷ്ടപ്പെടുമ്പോൾ കർത്താവിൻ്റെ പ്രസൻസ് കൊണ്ടാണ് അതിനെ സുവിശേഷം ടാലി ചെയ്യണം. അപ്പോഴേ സുവിശേഷം ഭയങ്കരമായ ഒരു കാഴ്ചപ്പാടാണ് ശരിക്കും നൽകണത്. എവിടെയെല്ലാം ഫിറ്റ്നസ് പോകുന്നു, എവിടെയെല്ലാം മെറിറ്റ് പോകുന്നു, അവിടെയെല്ലാം ദൈവത്തിൻ്റെ സ്പേസാണ്. ആ സ്പേസാണ്. അത് വിവേചിച്ച് മനസ്സിലാക്കേണ്ട കഴിവുണ്ടാകണം. നിന്റെ കഴിവ് കൊണ്ടോ, നിന്റെ കാശ് കൊണ്ടോ, നിന്റെ ആള് കൊണ്ടോ, നിന്റെ അർത്ഥം കൊണ്ടോ, പറമ്പ് കൊണ്ടോ, പൊന്നു കൊണ്ടോ, പാർട്ടി കൊണ്ടോ, അതെല്ലാം മെറിറ്റിൽ പെടുന്ന. അല്ലാതെ ഒരു വിഷയം നിനക്ക് വരുമ്പോൾ ഓർക്കുക, ഇത് ഈ സ്പേസ് ദൈവത്തിൻ്റെതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ അവിടെയും ചവിട്ടി ഇവിടെയും ചവിട്ടരുത്. ദൈവത്തിനെന്ന് പറയുമ്പോൾ കോംപ്രമൈസ് ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ദൈവത്തിൻ്റെ ഫോർമാറ്റ് അവിടെ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളൂ, ദൈവം സഹായിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നീ തിന്മയിലും ലോകത്തിൻ്റെ രീതികളിലും പെരുമാറിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഫക്റ്റ് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുകയും ഗ്രേസ്, അനുഗ്രഹം ലഭിക്കുകയും ചെയ്യുന്നതിൻ്റെ പശ്ചാത്താപം ഈ നോൻപ് കാലത്ത് പ്രധാനപ്പെട്ടതാണ്. നോൻപ് കാലം അനുഗ്രഹത്തിൻ്റെ വസന്തകാലമാണ്, പക്ഷേ പശ്ചാത്താപത്തിൻ്റെയും വസന്തകാലമായിരിക്കണം. പ്രിയമുള്ളവരെ, മറ്റു പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടാണ് ഉടമ്പടി പ്രാർത്ഥനാ പദ്ധതിക്ക് സാക്ഷ്യങ്ങളുടെ എണ്ണം കൂടുന്നത്? എന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിശ്വാസം 3 തരത്തിൽ പ്രകടിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സാധാരണ ലെവലിലെ വിശ്വാസം ഒരു തരത്തിലാണ് മനുഷ്യർ പൊതുവെ പ്രകടിപ്പിക്കുന്നത്. എങ്ങനെയാണത്? പ്രാർത്ഥനയായിട്ട്. ഉടമ്പടിയിൽ വരുമ്പോൾ വിശ്വാസം 3 തരത്തിലാണ് പ്രകടിപ്പിക്കുന്നത്: പ്രാർത്ഥന, പ്രയോഗം, പിന്നെ പ്രഖ്യാപനം. പ്രയോഗത്തിന് ബൈബിളിൽ നല്ല ഒത്തിരി അനുഭവങ്ങളുണ്ട്. വളരെ സൈലൻ്റായിട്ടുള്ള പ്രയോഗങ്ങളുണ്ട് ബൈബിളിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ രക്തസ്രാവക്കായ രോഗിയുടെ കാര്യം മാത്രം എടുത്താൽ മതി. അവളൊരു അക്ഷരം, ഹീസ് നോട്ട് അട്ടറിങ് എ സിംഗിൾ വേർഡ്, ഒരക്ഷരം പറയണില്ല. പക്ഷേ വിശ്വാസം
അത് ഉള്ളിലാണ് ഇരിക്കുന്നത്, അത് വിചാരമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അത് ആക്ഷനിൽ, പ്രവൃത്തിയിൽ അത് പ്രയോഗിക്കുന്നുണ്ട് ഉള്ളിലിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് 8:48 വായിച്ചേ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 8:48. ലൂക്ക 8:48. അവൻ അവളോട് പറഞ്ഞു മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. അപ്പോൾ അവളെ രക്ഷിച്ചത് എന്താണ്? അവളുടെ വിശ്വാസം. അപ്പോൾ വിശ്വാസം ഉണ്ട് ആളിനെ. പക്ഷേ ഹീസ് നോട്ട് പ്രേയിങ്, ഒന്നും ചെയ്യണില്ല, ആൾ പ്രാർത്ഥിക്കണില്ല. പിന്നെ അവൾ എന്താണ് ചെയ്തത്? വിശ്വാസം എങ്ങനെയാണ് പ്രകടിപ്പിച്ചത്? അത് പറയുന്നത് ലൂക്ക വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 9:21. മത്തായി 9:21. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. മത്തായി 9:21 പറഞ്ഞ അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി തനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചു. ഉള്ളിൽ വിചാരിച്ചിരിക്കുകയാണ്, പുറത്ത് പറയുന്നില്ല, ശബ്ദമില്ല. അതിനെ ഒരു വിചാരം മാത്രമായി, വിശ്വാസം ഒരു വിചാരം മാത്രമായി നിലനിന്നുകൊണ്ട് തന്നെ ശബ്ദമില്ലാതെ പ്രയോഗത്തിലൂടെ അവളത് പ്രകടിപ്പിക്കണ കാണാം. 8:46 എടുത്ത് ലൂക്കാ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 8:46. യേശു പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഈശോയിൽ നിന്ന് എന്താണ് നിർഗമിച്ചത്? ശക്തി. അതെങ്ങനെയാണ് നിർഗമിക്കാൻ കാരണം? ആരോ എന്നെ സ്പർശിച്ചു. ഈശോനെ നമുക്ക് പലതരത്തിൽ സ്പർശിക്കാം. ഈശോയുടെ ഹൃദയത്തെ സ്പർശിക്കാം, ശരീരത്തെ സ്പർശിക്കാം, ഈശോയുടെ സാന്നിധ്യത്തെ സ്പർശിക്കാം. ഇത് എല്ലാം ഇതിൻ്റെതായിട്ടുള്ള. ഇപ്പോൾ ഒരു വിധവ ചില്ലിക്കാശിട്ടില്ലേ, ആ ഒരു വിധവ ശ്രീഭണ്ഡാരത്തിൽ ഈശോ ഇരിക്കണ സമയത്തൊരു വിധവ കൊണ്ടുവന്ന് ഒരു പൈസയ്ക്ക് തുല്യമായ ഒരു ചില്ലി തൊട്ടിട്ട് അപ്പോഴേ ഈശോ എഴുന്നേറ്റു. എന്താ പറഞ്ഞത്? എല്ലാവരെയും കൂടുതലായി അവളെ നിക്ഷേപിച്ചിരിക്കുന്നു. ലൂക്ക 21-ാം 2-3 തിരുവചനങ്ങൾ. ലൂക്ക 21:2-3. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പ് തൊട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. അവൻ പറഞ്ഞു ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ആ വിധവ ഈശോയുടെ ശരീരത്തെ സ്പർശിക്കുന്നില്ല, പിന്നെ എവിടെയാണ് സ്പർശിക്കുന്നത്? ഹൃദയത്തെ, മനസ്സിനെ സ്പർശിക്കുക. നമ്മുടെ ചില പ്രവൃത്തികൾ ഈശോനെ എവിടെയാണ് സ്പർശിക്കുന്നത്? മനസ്സിലാണ് സ്പർശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉടമ്പടിയിലൂടെ നിങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ ഈശോനെ എവിടെയാണ് സ്പർശിക്കുന്നത്? മനസ്സിലാണ്. അതെപ്പോഴും അറിയണം. നമ്മൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ ഇത് ഭയങ്കര ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലേ അഖിൽ ജോസഫിൻ്റെ സാക്ഷ്യം നിങ്ങളത് നോക്കണം. നല്ല സൂപ്പർ സാക്ഷിയാണ്. എല്ലാ സാക്ഷ്യങ്ങളും സൂപ്പറാണ്. ചില സാക്ഷ്യത്തിന് ചില പെക്കൂലിയർ ഫീച്ചേഴ്സ് ഉണ്ടാവും. അഖിൽ ജോസഫ് പറയണത് അദ്ദേഹത്തിന് ഒരു അമേരിക്കൻ വിസ ആദ്യം ബ്ലോക്ക് ചെയ്യും, റിജക്റ്റ് ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ, അമേരിക്കൻ വിസ റിജക്റ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരിക്കലും കിട്ടത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു കോൾ ഫോർ ചെയ്യണത്, ഒരു ഇൻ്റർവ്യൂവിന് കോൾ ഫോർ ചെയ്യണത് 6 മാസം കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഇനി തൻ്റെ ജോലി തൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ വന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വീണ്ടും ഇവന് ഇമെയിൽ വരും വിസ ഇൻ്റർവ്യൂവിന്. അത്രയും സ്പീഡാണ്. ടൈം ഷോർട്ടനിങ് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കത്തില്ല, നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. ടൈം ഷോർട്ടനിങ് എന്ന് പറയണത് ഇപ്പോൾ അമേരിക്കൻ വിസ കിട്ടുന്നതിന് നിയമപരമായിട്ട് നിങ്ങൾക്കറിയാം, റിജക്റ്റായി കഴിഞ്ഞാൽ എല്ലാവരും തല കൈ വെച്ചുകൊണ്ട് അടയ്ക്കേ കാര്യം ഒരിക്കലും അത് സ്കാൻ ചെയ്ത് സ്ക്രൂട്ടൺ ചെയ്ത് ഫിൽട്ടർ ചെയ്തൊക്കെ വരുമ്പോൾ നിങ്ങളെ അവർ ആ രാജ്യത്ത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കണില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതാണ് എൻ്റെ വിഷയം. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ട്രംപിൻ്റെ കാലത്ത് ഇത് കുറച്ചുകൂടി കർക്കശ്യമായി. അപ്പോഴേ അങ്ങനെ വന്നപ്പോഴേ ഇത് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ആകപ്പാട് പിന്നെയുള്ള സാധ്യത എന്താണ്?
അഖിൽ ജോസഫിന് മനസ്സിലായ ഉടമ്പടിയാണ് പിന്നെ ഉള്ളൊരു സാധ്യത. അമ്മ തന്നെ ഈ വിഷയം നേരിട്ടെടുക്കണം. ഫയല് അമ്മയെ ഏൽപ്പിക്കുന്നത് തുല്യമാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ആ സാക്ഷി നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവാതെ പുള്ളിക്കാരൻ വന്ന് ശക്തമായ രീതിയിൽ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി ആക്ടിവേറ്റ് പുള്ളിക്കാരൻ അത് പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ തന്നെ പെട്ടെന്ന് ടൈം ഷോട്ടിന് സമയച്ചുരുക്കം പ്രാപിച്ചിട്ട് ഇയാളെ അങ്ങോട്ട് വിളിക്കും ഇൻ്റർവ്യൂ വിളിച്ച് ഇൻ്റർവ്യൂ പാസ്സാകും. പിന്നെ പെട്ടെന്നാണ് ഇൻ്റർവ്യൂ പാസ്സാകുന്നത്. അതായത് അമ്മ ഫയലെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് അതായത് എന്തെങ്കിലും ഒരു അനക്കം ഉടമ്പടിക്ക് ഉണ്ടായാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും പഴയ ആൾക്കാരായിരിക്കരുത്. അത് നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം. അത് ശരി നിങ്ങൾ വിചാരിക്കുക സ്വാഭാവികമായിട്ട് വിളിച്ചായിരിക്കും. ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തില്ലെങ്കിലും എന്നെ വിളിക്കുമായിരിക്കും. ഇങ്ങനെയാണ് ഈ പൊട്ട മനുഷ്യർക്ക് സംഭവിക്കുന്നത്. അതിൽ നിങ്ങൾ പെട്ടെന്ന് കോൾഫർ ചെയ്യുമ്പോൾ അമ്മ ഇടപെടുമ്പോൾ അതിൻ്റെ അകത്തൊരു ഒന്ന് നോട്ട് ബൈ മിനിറ്റിലായിരിക്കും അത് വർക്ക് ചെയ്യണത്. 2 ടൈം ഷോട്ടറിങ് ഉണ്ടാവും, പിന്നെ ലൈറ്റ് ബൈൻഡിങ് ഉണ്ടാവും, പിന്നെ ഇങ്ങനെ 4 ഫോർമാറ്റ് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇത് ഉടമ്പടി പ്രോഡക്റ്റാണെന്ന്, ഉടമ്പടിയുടെ ഇഫക്റ്റാണെന്ന് മനസ്സിലാക്കാം. എന്തൊക്കെയാണത്? നോട്ട് ബൈ മെറിറ്റ്, അതായത് നമ്മുടെ യോഗ്യതയില്ല, പക്ഷേ നമുക്ക് കൃപയാൽ നമ്മൾ വിളിക്കപ്പെടുന്നു. പിന്നെ എന്താ? ടൈം ഷോർട്ടനിങ്, നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് സമയച്ചുരുക്കം പ്രാപിക്കും. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇത് അമ്മയാണ് അടുത്ത ഈ ലൈനിൽ നിൽക്കണം, നമ്മളല്ല. നമ്മളെ മാറ്റിയിട്ട് അമ്മ ഡയറക്റ്റ് വിഷയം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയെന്നും. ഡയറക്റ്റ് വിഷയം കൈകാര്യം തുടങ്ങിയില്ല. നമുക്ക് ഉടമ്പടിന് ശേഷം നമുക്ക് മനസ്സിലായത് ഈ സഞ്ചാരി മാതാവ് പണ്ട് ഒരു 6 മാസം കൂടുമ്പോൾ 2-3 സാക്ഷ്യമാണ് സഞ്ചാരി മാതാവിൻ്റെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴ് ആഴ്ചയിൽ ഒരു ദിവസം 1-2 വെച്ച് എല്ലാ ദിവസം പ്രതി സഞ്ചാരി മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ കിട്ടുന്നുണ്ട്. സഞ്ചാരി മാതാവ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് തോന്നി എന്നാ സഞ്ചാരി മാതാവ് നിങ്ങൾക്കറിയാമല്ലോ. അത് നമ്മളെ കൃപാസനത്തിന് വണങ്ങുന്ന അമ്മ ആരാണ്? വാഗ്ദാന പേടകമാണ്. നമ്മൾ ലുത്തീനിയയിലുണ്ട് വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അഭിഷേകമേ. പക്ഷേ ലോകത്തിലോടത്തിൽ വാഗ്ദാന പേടകമായിട്ട് അമ്മയെ വണങ്ങുന്ന സ്ഥലങ്ങൾ കുറവാണ്, വടച്ചുരുക്കി. ഞാൻ യൂട്യൂബിൽ ഗൂഗിളിൽ നോക്കിയിട്ട് ഒരു സ്ഥലമോ മറ്റോ ഉണ്ട്. അത് ഈ രീതിയിലല്ല, ഇല്ലെന്ന് തന്നെ പറയാം. ഇത് അമ്മയുടെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഉടമ്പടി തന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഉടമ്പടി ഇരിക്കുന്നത് വാഗ്ദാന പേടകത്തിലാണ്. അങ്ങനെയാണ് മനസ്സിലായത് കൃപാസനത്തിലെ അമ്മ വെളിവാക്കപ്പെട്ടിരിക്കുന്നത് വാഗ്ദാന പേടകമായിട്ടാണെന്നാണ്. വാഗ്ദാന പേടകത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ. അതായത് വാഗ്ദാന പേടകം ഒരു വ്യക്തി, അതിൻ്റെ ഒരു മെക്കാനിസം ഇതാണ്. ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ സ്നേഹത്തോടെ കർക്കശ്യമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഈശോ എന്താ പറഞ്ഞത്? എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് 15:7 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും. ദാറ്റ്സ് ഓക്കേ. നിങ്ങളൊന്ന് പറഞ്ഞ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ വാഗ്ദാന പേടകത്തിൻ്റെ മെക്കാനിസം അങ്ങനെയാണ്. എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ വചനം അവൻ പറയണത് പോലെ ചെയ്യണം. പക്ഷേ ഒരു പ്രോബ്ലം അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ എവിടെയാണ് നമുക്ക് ഫ്ലോപ്പ് സംഭവിക്കുന്നത്, എവിടെയാണ് നമുക്ക് മാർക്ക് പോകണമെന്ന് നിങ്ങൾ അറിയണം. ഇവിടെ അല്ലേ എല്ലാ ദിവസവും യൂത്തിനോട് സംസാരിക്കും. കാരണം യൂത്തിനെ അവർ ഇപ്പോൾ IELTS, MOH, HAD, PSC, UPSC ഒക്കെ എഴുതാൻ വന്ന കുട്ടികൾ എങ്ങനെയായാലും 10-30 കുട്ടികളുടെ ദിവസം ഉടമ്പടി അച്ഛനെ കാണാൻ വരും. അപ്പോൾ ഞാൻ അവരെ ബൾക്കായിട്ട് അവിടെ സംസാരിക്കുമ്പോൾ ഞാൻ എന്താ അവരോട് സംസാരിക്കണമെന്ന് അറിയാമോ? നിങ്ങൾ കൃപയുടെ ലീക്കേജുകൾ ബ്ലോക്ക് ചെയ്യാൻ പറയും. കൃപയുടെ ലീക്കേജുകളെ ബ്ലോക്ക് ചെയ്യാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പറ്റണ ഒരു അബദ്ധം അതാണ്. ദൈവം നമുക്ക് കൃപ തരാത്തതിൻ്റെ കാരണം ഇപ്പോൾ ഓട്ടക്കുടത്തിൽ നമ്മൾ വെള്ളം കുറത്തില്ലേ? ഓട്ടക്കുടത്തിൽ വെള്ളം ഇപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് ഒരു വെളിച്ചെണ്ണ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കണം എന്ന് വിചാരിച്ചോ. ആ കടയിൽ നിന്ന് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കണ്ടെയ്നറിൽ നിന്ന് വെളിച്ചെണ്ണ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പറയും നീ പാത്രം മാറ്റാൻ പറയും ഇല്ലേ? അതുപോലെ കൃപ നിങ്ങൾക്ക് തരുന്ന മുമ്പ് തന്നെ നിങ്ങളുടെ കൃപയുടെ പാത്രം ദൈവം പാത്രം തന്നെയാണ് വിളിക്കുന്നത്. ദൈവം നമ്മുടെ വ്യക്തിയെ, ആത്മാവിനെ, നമ്മുടെ നേച്ചറിനെ നമുക്കറിയാം കൃപ എന്താണ്? ഗ്രേസ് ബിൽട്ട് അപ്പോൺ നേച്ചർ. നമ്മുടെ പ്രകൃതിയിലാണ്. നമുക്ക് കൃപയ്ക്ക് സ്വീകാര്യമായ ഒരു പ്രകൃതി നമുക്കുണ്ടാവണം. നമ്മളെപ്പോഴും യുദ്ധം ചെയ്യണത് പ്രകൃതിയോടാണ്. നമുക്ക് കൃപ സ്വാഭാവികമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്വഭാവ സവിശേഷത നമ്മൾ ആർജിക്കേണ്ടി വരും. സുവിശേഷ വിഹിതമായിട്ട് നമ്മൾക്കൊരിക്കലും പഴയ ആളായിട്ടിരിക്കാൻ പറ്റത്തില്ല.
പഴയ ആളായിട്ട് നിങ്ങൾ പഴയിരിക്കുക. ഇപ്പോൾ പക, വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നത, ലൈംഗിക സൂക്ഷ്മതക്കുറവ്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നേച്ചർ പഴയ നേച്ചർ തന്നെ, ലോകാരൂപിയുടെ നേച്ചർ, ജഡത്വമാണ്. ഇതിൽ വർക്കൗട്ട് ചെയ്യത്തില്ല കൃപ. ഞങ്ങൾ നിങ്ങളോട് മദ്യപാനം ഉപേക്ഷിക്കണമെന്നൊന്നും പറയത്തില്ല. എന്താ കാര്യം? ഞങ്ങൾക്കത് പറയേണ്ട കാര്യമില്ല. നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ക്രമീകരിച്ചിരിക്കും. നിങ്ങൾക്കൊരു മനസ്സുണ്ടായാൽ മതി. ആ നിങ്ങളുടെ മനസ്സ് ഉടമ്പടി ധ്യാനങ്ങൾ കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അമ്മ തന്നെ നിങ്ങളെ കിളച്ച് വളവിടാൻ പറ്റുന്ന രൂപത്തിൽ, 100 പേർക്ക് അയക്കാൻ പറ്റുന്ന രൂപത്തിൽ റീചേഞ്ച് ചെയ്യും. കാര്യം ഗ്രേസ് ബിൽട്ടപ്പ് ഓൺ നേച്ചറാണ്. നേച്ചർ എന്ന് വെച്ചാൽ കൃപ എപ്പോഴും ദൈവശാസ്ത്രപരമായിട്ട് ഒരു മനുഷ്യൻ്റെ പ്രകൃതിയിലാണ് ദൈവം കൊടുക്കുന്നത്. പ്രകൃതിയോ വാട്ട് ഈസ് നേച്ചർ? ദാറ്റ് ഈസ് ഹാബിറ്റ്സ്. ഒരു നേച്ചറിൻ്റെ ദ ടോട്ടാലിറ്റി ഓഫ് ദി ഹാബിറ്റ്സ് ആണ് നേച്ചറായിട്ട് വരുന്നത്. നമ്മുടെ മുഴുവൻ ശീലങ്ങളുടെ ആകത്തുകയാണ് നമുക്ക് പ്രകൃതിയായിട്ട് വരുന്നത്. വാട്ട് ഈസ് ഹാബിറ്റ്സ്? ഹാബിറ്റ്സ് ഈസ് റിപ്പീറ്റഡ് ആക്ഷൻ. വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളല്ല, തുടരെ സംഭവിക്കുന്ന ശീലങ്ങളെ ഹാബിറ്റ്സ് എന്ന് പറയും. അത് മോശം ശീലങ്ങളാണെങ്കിൽ ദുശ്ശീലങ്ങളാണെന്ന് പറയും. ഇപ്പം ദുശ്ശീലങ്ങളുള്ളവരിൽ ഒരിക്കലും കൃപ വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് വചനം വളരെ സൂക്ഷ്മതയാണ്. അപ്പോൾ എന്തെങ്കിലും ദുശ്ശീലങ്ങളുണ്ടോ, ആ റെക്കർ ചെയ്യുന്ന ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ എന്ന് നോക്കണം. അത് ഉടമ്പടിയുടെ മെയിൻ സംഭവമാണ്. റെക്കർ ചെയ്യുന്ന, ഡു യു ഹാവ് എനി റെക്കറിങ് ബാഡ് ഹാബിറ്റ്സ്? നിങ്ങൾക്ക് ഇത് റെക്കർ ചെയ്യുന്ന, വല്ലപ്പോഴും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ആവർത്തിക്കപ്പെടുന്ന ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ എന്ന് നോക്കണം. എങ്കിൽ നിങ്ങളുടെ നേച്ചർ, നിങ്ങളുടെ പ്രകൃതി കൃപ സ്വീകരിക്കാൻ പറ്റുന്നതല്ല, ഉടമ്പടി ഉടയാൻ സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി പ്രകാരം കൃപ ആർജിക്കാൻ ആവശ്യമായ ഒരു നേച്ചർ, പ്രകൃതി എന്നിൽ സംജാതമാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ പ്രകൃതിയെ പരിവപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ലീക്കേജാണ്. അതായത് ഇത് കൃപ നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ നഷ്ടപ്പെടാൻ, ചോർന്നു പോകാൻ സാധ്യതയുള്ള ഒരു ലീക്കേജുകളാണ്. ഇത് ബ്ലോക്ക് ചെയ്യണം നമ്മൾ. ഇപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോട് സംസാരിക്കണില്ലേ, അപ്പോൾ അവരെല്ലാം എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷേ അവരോട് ഞാൻ പറയും, മക്കളെ എഡ്യൂക്കേഷൻ നിങ്ങൾക്കുണ്ട്, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇൻ്റലിജൻ്റായിട്ട് വേണം വിശ്വാസം ഒരു ഇൻ്റലിജൻ്റ് അഫെയറാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്. ഫെയ്ത്ത് ഇസ് നോട്ട് എൻ ഇമോഷണൽ അഫെയർ. അത് ഇൻ്റലിജൻ്റ്, ബുദ്ധിപരമായ ഒരു വിനിമയമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അല്ല, അതിന് ഈ വൈകാരികമായ ഒരു വിനിമയമല്ല, ബുദ്ധിപരമാണത്. ഞാൻ അപ്പോൾ മക്കളോട് പറയും, ഞാൻ ദൈവത്തോട് നിങ്ങൾ ഇടപെടുമ്പോൾ ഇൻ്റലക്റ്റായിട്ട് ഇടപെടണം. എന്താ കാര്യം? ഇപ്പം നിങ്ങളിപ്പോൾ ഒരു IELTS, MOH, അതൊക്കെ പഴയ, അല്ലെങ്കിൽ PSC എന്തെങ്കിലും ഇൻ്റർവ്യൂവിനൊക്കെ പോകണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഉടമ്പടി പ്രകാരം പരിശുദ്ധ പ്രവർത്തനം ചെയ്യുന്നുണ്ട്, അല്ലേ? പരിശുദ്ധ പ്രവർത്തനം, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ രോഗികളെ കാണുന്നുണ്ട്, ഒക്കെ ശരി. നിങ്ങൾ സൗമ്യത പാലിക്കുന്നുണ്ട്, പ്രാർത്ഥനയിൽ ജീവിക്കുന്നുണ്ട്, ഇതൊക്കെ ശരി. പക്ഷേ ദൈവത്തിന് ഒരു കാര്യം അറിയാം. എന്താണ് ദൈവത്തിന് അറിയാവുന്നത്? നിങ്ങൾ ഈ പരീക്ഷക്കാലം കഴിയുമ്പോൾ പഴയ ആൾക്കാരായിട്ട് കൺവേർട്ട് ചെയ്യുമെന്നറിയാം. അതോടുകൂടി നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഇതാണ് പ്രശ്നം. ഇൻ്റലിജൻ്റ് എന്ന് പറയാം. ഫെയ്ത്ത് ഇൻ്റലിജൻ്റായിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇത് ലീക്കേജാണ്. ഇത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള മുൻവിധിയുണ്ട്. അതായത് ഈ അഭ്യാസവും ഈ പ്രാർത്ഥനയൊക്കെ കാണിക്കുന്നത് വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രമാണ്, തൽക്കാലം ജയിച്ചു കയറാൻ വേണ്ടിയുള്ള ഉടായ്പാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ തനി സ്വഭാവം കാണിക്കും. തനി സ്വഭാവം, അതാണ് ലീക്കേജ് എന്ന് പറയുന്നത്. നിങ്ങളുടെ തനി സ്വഭാവം, കണ്ടത്തടിക്ക് മുണ്ടത്തടി അപ്പൻ്റെ അടുത്ത്, നിങ്ങൾക്കറിയാമല്ല, നമ്മൾ നാട്ടുകാരുടെ കടത്തിലൊന്നും കയറണ്ട, അവർ ഇങ്ങനെ പെടറി ഞൊട്ടിക്കൊണ്ട് പോകും. നിങ്ങളുടെ കാര്യം നിങ്ങൾ സ്വന്തം അമ്മയുടെ അടുത്തേക്ക് അറിയാൽ മതി, നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകും. ദാറ്റ് ഇസ് യു. സ്വന്തം അമ്മയോട് എന്താ നിങ്ങൾ പെരുമാറണത്, അല്ലെങ്കിൽ സ്വന്തം അമ്മമ്മയോട് അപ്പനോട് എന്താ പെരുമാറണത്, അതാണ് നിങ്ങൾ. അതെൻ്റെ അപ്പനല്ലേ എൻ്റെ അമ്മയല്ലേ വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല എന്തും പറയാനോ എന്തും ചെയ്യാനോ. ദാറ്റ് ഇസ് നിങ്ങൾ. അതാണ് ഇപ്പോൾ ദൈവം അസസ് ചെയ്യുമ്പോൾ അതാണ്. അപ്പൻ ചിലപ്പോൾ ക്ഷമിക്കും, അമ്മയെ ക്ഷമിക്കും. കാര്യം നിങ്ങളെ പറ്റി വളർത്തിയ ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്കുള്ളത് കൊണ്ട് അവർ ക്ഷമിക്കാൻ മാർഗ്ഗമില്ലല്ലോ, അതുകൊണ്ട് അവർ മിണ്ടത്തില്ല. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകും. ഇതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ സ്നേഹിക്കണമെങ്കിൽ മാത്രമേ ഈ പണിക്കിറങ്ങാവൂ.
മനസ്സിലായില്ലേ? 15-14 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 15:14 യോഹന്നാൻ 15-14 ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. അപ്പം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെല്ലുന്നെങ്കിൽ എന്നാണ് ഈശോ പറഞ്ഞത്. അല്ല, ചെയ്യുന്നെങ്കിൽ. ഉടമ്പടിയാണ് സംഭവം. ഇതെല്ലാം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെല്ലുന്നെങ്കിൽ എന്നാണ് ഈശോ പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വചനം അവിടെ ഇരുന്നുകൊണ്ട് 3000 പ്രാവശ്യം ചെല്ലിയാൽ മതിയായിരുന്നു. വർക്കൗട്ട് ചെയ്യത്തില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് പറഞ്ഞേ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. എൻ്റെ സ്നേഹിതരാണ്. അപ്പം എൻ്റെ സ്നേഹിതരാണെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ്. ഈ അടുത്ത പോയിന്റ് മനസ്സിലായില്ലേ? എൻ്റെ സ്റ്റാറ്റസ് എന്താണ്? പൗരോഹിത്യത്തോട് കാണിച്ച ഒരു ശുശ്രൂഷ ജീവിതമാണ് എൻ്റെ സ്റ്റാറ്റസ്. ദൈവത്തിൻ്റെ മുമ്പ് എൻ്റെ സ്റ്റാറ്റസ് അതാണ്. ഞാൻ വളരെ നീതി പുലർത്തി ഇത്രയും നാൾ ജീവിച്ച ഒരു ജീവിതമാണ്. അതാണ് എൻ്റെ സ്റ്റാറ്റസ്. നിങ്ങളുടെ ജീവിതം എന്താ? നിങ്ങളുടെ ദൈവവിളി, കുടുംബജീവിതം, അതിനോട് നീതി പുലർത്തി കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് നിങ്ങൾ നിലനിൽക്കുമെങ്കിൽ അതാണ് 15:7 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. വായിച്ചോളൂ. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ പ്രധാനപ്പെട്ട വാക്യതാണ് ഈ വചനത്തിൽ. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും. ഇവിടെയാണ് വിഷയം. ഇതാണ് ഫെയ്ത്ത് ഈസ് ആൻ ഇൻ്റലിജൻ്റ് അഫെയർ എന്ന് പറയുന്നത്. ഈ ദൈവം എന്താ നോക്കണത്? ഈ വസ്തു വിൽക്കണ വരെ മാത്രമേ ഇവള് ഇങ്ങനെ കറങ്ങി ദൈവത്തിന് ചുറ്റിപ്പറ്റി നടക്കത്തുള്ളൂ. ഭർത്താവിൻ്റെ വെള്ളവടി മാറണ വരെ മാത്രമേ ഇവളിങ്ങനെ കർത്താവ് എന്ന് പറഞ്ഞിങ്ങനെ ചുറ്റിപ്പറ്റി രോഗികളെ കാണുകയും എന്നൊക്കെ ചെയ്ത് നടക്കുകയും ചെയ്യുന്നല്ലോ. അത് കഴിഞ്ഞാലുള്ള നിൻ്റെ എല്ലാ സ്കാനിങ് റിപ്പോർട്ടും കർത്താവിൻ്റെ അടുത്തുണ്ട്. അതാണ് ദൈവത്തിൻ്റെ കണ്ണിൽ പോയിടാൻ പറ്റത്തില്ല. നിങ്ങളകപ്പെട്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ അതായത് ഇത് ഇൻ്റലിജൻ്റ് ആയിരിക്കണം ഈ വിഷയത്തിൽ. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ? കർത്താവേ, ഈ കടന്നാലും ഞാൻ അങ്ങയുടെ മകളായി ജീവിക്കും. കൈയടിച്ച് കർത്താവ് പരമദിവ്യകാരുണ്യത്തിന് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം എന്താണ്? കർത്താവിൻ്റെ മനസ്സിനെ പ്രസാദിപ്പിക്കുക, അല്ലേ? കർത്താവിൻ്റെ മനസ്സിനെ അതായത് രക്തസ്രാവക്കാർ രോഗിയെ കർത്താവിനെ പ്രസാദിപ്പിച്ചത് പ്രാർത്ഥന കൊണ്ടല്ല, പിന്നെ എന്താണ്? പ്രയോഗം കൊണ്ടാണ്. അവളെന്താ പ്രയോഗിച്ചത്? അവൾ പിന്നിലൂടെ വന്ന്, നമുക്കറിയാമല്ലോ, ദൈവത്തിനെ സമീപിക്കുന്നവർ മുമ്പിൽ വരണമെന്നൊന്നും ഒരു ആഗ്രഹമില്ല. ദൈവത്തിന് മുമ്പും പറവൊന്നുമില്ല. ദൈവം മനസ്സിലായില്ലേ? പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൾ ശബ്ദിച്ചില്ല, പ്രാർത്ഥിച്ചില്ല. പിന്നെ എന്ത് ചെയ്ത്? ഉള്ളിൽ മത്തായി 9:21 പറയും പോലെ ഉള്ളിൽ വിചാരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. വിശ്വാസം വിചാരത്തിൻ്റെ രൂപത്തിൽ അവിടെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഉള്ളിലുണ്ടായിരുന്ന വിചാരത്തെ വളരെ നിശബ്ദമായി അവൾ പ്രയോഗിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യമുണ്ടായി. ഈ പ്രയോഗം ഏറ്റവും കൂടുതലുള്ള ഉടമ്പടിയിലാണ് ഏറ്റവും കൂടുതൽ പ്രയോഗമുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ശ്രുതിക്കട്ടെ മക്കളെ. യേശുവേ സ്വസ്ഥമല്ലേ. സാക്ഷ്യത്തിലെ സ്റ്റെഫിയാണ്, സ്റ്റെഫി തൃശ്ശൂരെ. അവിടെ വിഷയം, അവർ പ്രഗ്നൻ്റായി. അപ്പോൾ അതായത് അവൾ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്റ്റെഫിയുടെ വയറ്റിലൊരു മുഴ, കുട്ടിയുടെ ഹൃദയത്തിൽ മുഴ, ഗർഭത്തെ ശിശുവിൻ്റെ, കുട്ടിയുടെ തലയിൽ മുഴ. അപ്പോൾ ഡോക്ടറിൻ്റെ ഉപദേശം എന്താണ്? ഇതിനെ എടുത്ത് കളയുക, വേറെ മാർഗമൊന്നുമില്ല. ഇനി ജനിച്ചാൽ തന്നെ അത് വല്ല ബുദ്ധിമാന്യമോ ഉള്ള വൈകാല്യമുള്ള കൊച്ചാകും. കാര്യം കൊച്ചിൻ്റെ അമ്മയുടെ വയറ്റിൽ മുഴയുണ്ട്. അപ്പോൾ തന്നെ ബ്ലഡ് സർക്കുലേഷൻ്റെ ഒക്കെ ഒത്തിരി പ്രോബ്ലംസ് വരും. അല്ലാതെ തന്നെയുള്ള ഭക്ഷണ പ്രശ്നങ്ങളൊക്കെ എല്ലാം വരും. പിന്നെ എന്താ? കുട്ടിയുടെ ഹൃദയത്തിൽ മുഴ, പിന്നെ തലയിൽ മുഴ. അപ്പോൾ അത് ചാപിള്ളയായിട്ട് ജനിക്കും, അല്ലെങ്കിൽ ജനിച്ചാൽ തന്നെ കുട്ടിയെ കിട്ടാൻ മാർഗമില്ല. അപ്പോൾ എന്നിട്ട് സ്റ്റെഫി വിശ്വാസത്തെ വിട്ടുപോണില്ല. നമ്മുടെ ഈ ഉടമ്പടി ആൾക്കാരെ കൊണ്ട് ഇപ്പോൾ ശരിക്കും, അതായത് പല ആൾക്കാരുടെയും വിശ്വാസം പെട്ടെന്ന് 8ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലായി, പെട്ടെന്ന് PDC ആയി, പെട്ടെന്ന് വിശ്വാസം ഡിഗ്രിയായി, പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് പെട്ടെന്ന്. നിങ്ങൾക്കൊരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പാസ്സായി പോണ കേൾക്കാം. ഓൾ പ്രൊമോഷനല്ല,
ശരിക്കും. അതായത് ഒരു വിഷയത്തെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ കഴിവ്, എബിലിറ്റി ടു ഇൻവെസ്റ്റ് ഓൺ എ പ്രോബ്ലം, അതാണ് നമ്മുടെ ഇവിടെ. അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ? വിശ്വാസം എന്ന് പറയുന്നത് എബിലിറ്റി ടു ഇൻവെസ്റ്റ് ഓൺ എ പ്രോബ്ലം ഇൻ ദ ബേസിസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു വിഷയം ദൈവത്തിനെ ഏൽപ്പിച്ചിട്ട് അതിൽ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യും. അതൊരു കഴിവാണ് ശരിക്കും. വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവ്. അത് പെട്ടെന്ന് നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ കർത്താവ് ഉദ്ദേശിക്കുന്നത് പ്രോബ്ലത്തെ നിങ്ങൾ അലയണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിനെ ദൈവം പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്യും. ഫെയ്ത്ത് അപ്ഗ്രേഡേഷൻ സംഭവിക്കും. നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകത്തില്ലെങ്കിൽ നമ്മുടെ ഫെയ്ത്ത് 0 ഫെയ്ത്ത് ആയിട്ടിരിക്കും. മനസ്സിലായില്ലേ? ഇനി ഒരു പ്രോബ്ലം ഉണ്ടായെന്ന് തന്നെ വിചാരിക്കുക. നിങ്ങളത് ദൈവത്തിൻ്റെ ഫോർമാറ്റിൽ കൊണ്ടുവരുന്നില്ല, ബുദ്ധിയുടെ ഫോർമാറ്റിൽ കൈകാര്യം ചെയ്താലും 0 ഫെയ്ത്താണ് റിസൾട്ട്. അച്ഛൻ പറയാൻ മനസ്സിലാകുന്നുണ്ടോ? അതായത് ഇപ്പോൾ ഡോക്ടർ എന്താ പറയണത്? ഡോക്ടർ ഇൻ്റലക്ച്വൽ ഫോർമാറ്റാണ് അത് ഉപയോഗിക്കുന്നത് ബുദ്ധിപരമായിട്ട്. അത് ആ കുട്ടിയെ കിട്ടിയിട്ട് കാര്യമില്ല എന്ന് പറയണത്. കുട്ടിയെ കിട്ടിയിട്ട് കാര്യമില്ല, ഇറ്റ് ഇസ് ബെറ്റർ ടു അബോർട്ട്. ആ വൈദ്യശാസ്ത്രം അങ്ങനെ ചെയ്യത്തുള്ളൂ. ആവശ്യമില്ലാത്ത ഒരു റിസ്ക് അവരെടുക്കത്തില്ല. കാര്യം അങ്ങനെ ഒരു കുട്ടി ജനിച്ചാൽ പിന്നെ രാഷ്ട്രത്തിന് 2-3 പ്രശ്നങ്ങളാണ്. അമ്മ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം നോൺ പ്രൊഡക്റ്റീവ് ആകും. രാഷ്ട്രപുനർനിർമ്മാണത്തിന് പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവർ കൊച്ചിനെ ചുമന്നുണ്ടാക്കേണ്ടി വരികയില്ലേ? അപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ട് കുട്ടിക്ക് അമ്മയ്ക്കും രാഷ്ട്രം തീറ്റി കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. അതാണ് രാഷ്ട്രത്തിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഡോക്ടർമാർക്കെല്ലാം വളരെ റാഷണലായിട്ടുള്ള ഉപദേശമാണ് കൊടുക്കണം. അപ്പോൾ അവർ പറയും ഇറ്റ് ഇസ് ബെറ്റർ ടു ടെർമിനേറ്റ് എന്ന് പറയും. പക്ഷേ ഇത് ആരുടെ പറഞ്ഞിരിക്കണത്? ഒരു വിശ്വാസിയോടെ പറഞ്ഞിരിക്കണത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഡോക്ടർ പറയുന്ന ബുദ്ധിയുടെ അപ്പുറത്ത് അവർ വേറെ ഒരു ശക്തിയെ കാണുന്നുണ്ട്. ഇതിന് നമുക്കറിയാം, ദൈവം സാന്നിധ്യം നൽകണത് ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും രൂപത്തിലാണ്. ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും രൂപത്തിൽ നമ്മൾ ദൈവം എന്ന് പറയുന്നുണ്ടെങ്കിലും അനുഭവതലത്തിൽ നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നത് ശക്തിയും ജ്ഞാനവുമാണ്.